ഇപ്പോഴും ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ടോക്സിക് ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല നമുക്ക് ശരിയാവും, ഈ അടുത്ത പ്രാവശ്യം ശരിയാവും, ഇനി ചെയ്യില്ല, ഇല്ല അവൾ, ഇല്ല അവൻ, ഇനി ഞാൻ പറയുന്ന പോലെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുമെന്ന് ശുഭപ്രതീക്ഷ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. എന്തിനങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ഇതല്ലാണ്ട് പിടിച്ച് നിന്ന് ശരിയാക്കാന്ന് പറഞ്ഞ് കാലങ്ങൾ അങ്ങ് പോവും. ആ കാലങ്ങൾ പോകും തോറും നമ്മുടെ മനസ്സ് അതിലോട്ട് അങ്ങ് അലിഞ്ഞേറും. ഒന്നിലെ നമ്മുടെ സ്വഭാവം ടോട്ടലി മാറിപ്പോവും, ഇല്ലെങ്കിൽ നമുക്ക് വല്ല മെൻ്റലും ആവും. അങ്ങനെ മറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തോ ഒരു ന്യൂസ് കേൾക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ വല്ല ആത്മഹത്യ ചെയ്ത് മരിക്കേണ്ടി വരും. അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് പോകുന്നത്? നമുക്ക് പോവില്ല, നമ്മുടെ സ്നേഹിക്കുന്ന കുറച്ച് 2-3 ആൾക്കാർക്ക്. ഞാൻ ഇപ്പോഴും പറയാം, ആ 2-3 ആൾക്കാരെന്ന് വെച്ചാൽ ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കാം, ഇല്ലെങ്കിൽ ഹസ്ബൻഡർക്ക് അങ്ങനെ റിലേഷൻ ഉണ്ടാവില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു അർത്ഥം. സോ അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിന് പറയുന്നില്ല, എന്താ പറയുക, നമ്മുടെ വീട്ടുകാർക്ക് പോയാലും ഒരു പരിധി കഴിഞ്ഞാൽ അവരും നമ്മളെ മറക്കും. എല്ലാ കാലവും നമ്മളെയും വിചാരിച്ച് കരഞ്ഞ് പിഴിഞ്ഞിരിക്കൂല ആരും, നമ്മളെ മറക്കും. അപ്പം നമ്മളെന്തെങ്കിലും ചെയ്ത് നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമേ പോകുള്ളൂ. നമ്മുടെ ഒരു ലൈഫാണ് അതിലൂടെ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുക. അല്ലാണ്ട് അവരെ തിരുത്തിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റില്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ നോക്കി. ഇത് എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ഞാൻ കുറച്ച് ന്യൂസും കേട്ടു, അതേപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വഴി എനിക്ക് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴും ഉണ്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കളഞ്ഞിട്ട് പോ പിള്ളേരെ.